നമുക്ക് നമ്മളെ തന്നെ ആദ്യം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നല്ലൊരു പ്രഭാതം നൽകി ബോധത്തോടെ ഉണരുവാനും ആരോഗ്യത്തോടെ ജീവിക്കുവാനും ഒക്കെ ആരോഗ്യം നൽകിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് പലരും പരിശുദ്ധ കുർബാന കഴിഞ്ഞാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇനി ഇവിടെ വന്നിരിക്കുന്നവർ വൈകുന്നേരത്തെ ബലിയിൽ പങ്കെടുക്കുന്നതാണ്. അങ്ങനെ ബലിയോട് ചേർന്നുള്ളൊരു ബലിജീവിതം. പലരും എന്നോട് ചോദിക്കും, എല്ലാ ദിവസവും ചേട്ടൻ എന്തിനാ പള്ളി പോണ്? ഞാൻ പറഞ്ഞത്, എനിക്ക് പരിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജമാണ് എൻ്റെ ജീവിത ബലി അർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കാൻ ഇടയാക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആഗോള കത്തോലിക്ക സഭയെ ഓർക്കാം, കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെതാണ് സഭ. നരകവാതിലുകൾ പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ട് നരകവാതിലുകളിനെതിരെ വന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് സഭയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. മാർപ്പാപ്പയെ ഓർക്കാം. വാർദ്ധക്യത്തിലാണ്, അസ്വസ്ഥതകളിലാണ്. ദീർഘായുസ് ഉണ്ടാകുവാനും സൗഖ്യമുണ്ടാകുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സകല പിതാക്കന്മാരെയും കർദിനാളന്മാരെയും സകല മെത്രാന്മാരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദൈവിക വിവേകത്താൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ നിറഞ്ഞ ഈ കാലത്ത് ഈ സഭയെ ധീരതയോട് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നയിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എറണാകുളം, അങ്കമാലി, അതിരൂപത എല്ലാ രൂപതകളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് എറണാകുളം, അങ്കമാലി അതിരൂപതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ കുറെ കാലങ്ങളായി പരിശുദ്ധ കുർബാനയ്ക്കെതിരെ സാത്താന്റെ മക്കളായി മാറിക്കൊണ്ട് കുറെ പേര് എതിര് നിന്നുകൊണ്ട് കുർബാന യഥാർത്ഥത്തിൽ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പാമ്പ്ളാനി പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവരിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടലും അഭിഷേകവും നൽകണമേ. ദൈവിക വിവേകം നൽകണമേ. നീതി ബോധം നൽകണമേ. മനുഷ്യനീതിക്കും ദൈവനീതിക്കും ചേരാത്ത തരത്തിലുള്ള തിന്മ പ്രവർത്തിക്കുന്ന ഇവരിലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഈ സഭയെ നേരായ വഴിയിലൂടെ ഞങ്ങൾ ആ ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കാൻ സമ്മതിക്കുകയുള്ളൂ. ഈ തോന്നിയാസ കുർബാന ഞങ്ങൾ സമ്മതിക്കുകയില്ല. പാമ്പ്ളാനി വിമതരോടൊപ്പാണ് എന്ന് ഞാനിവിടെ പ്രഖ്യാപിച്ചു. അതിന് കാരണങ്ങൾ പറയാം. ഒരു 2-3 ഉദാഹരണങ്ങൾ പറയുകയാണ്. ഒന്ന്, പ്രസാദഗിരി പള്ളി. എന്താണ് പ്രസാദഗിരി പള്ളിയിൽ സംഭവിച്ചത്? 95% അതോ അതിന് ഉപരിയോ ആയിട്ടുള്ള അവിടുത്തെ ഇടവക വിശ്വാസികൾ മുഴുവൻ ഏകീകൃത കുർബാനയ്ക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഏകീകൃത കുർബാന അർപ്പിക്കുന്ന ഒരു വൈദികനെ പോസ്റ്റ് ചെയ്താൽ അന്ന് മുതൽ അവിടെ ഏകീകൃത കുർബാന ആരംഭിക്കുമായിരുന്നു. അങ്ങനെ ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈദികനെ തന്നെ അവിടെ പോസ്റ്റ് ചെയ്യാൻ കണ്ടെത്തി. ഇന്ന് ഞങ്ങൾ ഇതിനൊരു ഉത്തരം കണ്ടുപിടിച്ച് ഇവിടുന്ന് പോകൂ. അതിന് വിശ്വാസികളുമായിട്ടും കൂടെ ഈ സംഘടനാ നേതാക്കൾക്ക് സംസാരിക്കേണ്ടിയും കൺസൾട്ട് ചെയ്യേണ്ടിയും വരും എന്നതുകൊണ്ടാണ് വിശ്വാസികളെ കൂടി നമ്മൾ ഈ വേദിയിൽ ഇവിടെ അണിനിരത്തിയിരിക്കുന്നത്. നമ്മൾ ഇതുവരെയുള്ള ഒരു ചരിത്രം വെച്ചിട്ട്, ഇതുവരെയുള്ള മാർ പാമ്പ്ളാനി പിതാവിന്റെ ബിഹേവിയർ വെച്ചിട്ട് നമ്മൾ പറയുകയാണ്, അദ്ദേഹം വിമതരുടെ കൂട്ടത്തിലാണ് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ശുശ്രൂഷകളിൽ നിന്ന് നടക്കുമ്പോൾ എല്ലാ മക്കളെയും കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ കൃപ കൊണ്ട് പൊതിയണമേ, ചേർത്ത് പിടിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ അനുഗ്രഹത്തിനും അഭിഷേകത്തിനും ഇന്നത്തെ കാര്യങ്ങളെല്ലാം നടക്കുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങളൊക്കെ ഉപകരണം മാത്രമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും പൊതിയണമേ. കർത്താവേ, സഭയ്ക്കെതിരെ നിൽക്കുന്ന വിമതരായി നിൽക്കുന്ന പുരോഹിതരെയും വിമതരായി നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒന്നുകിൽ അതിദാരുണമായ പീഡാസനത്തെ കുറിച്ച് ഈശോയുടെ 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 അതിദാരുണമായ പീഡാസനത്തെ കുറിച്ച്
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകത്തിന്റെ മേലും ദയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകത്തിന്റെ മേലും ദയായിരിക്കണമേ. ഈശോയുടെ പരിശുദ്ധനായ ഭക്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവനും ദയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനത്തെക്കുറിച്ച്